പ്രേക്ഷകർക്കും ഒപ്പം ജോസ് ചെമ്പേരിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അത് കഴിഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നത് പറയാം. അത് കഴിഞ്ഞ് അങ്ങനെ കഴിയുമ്പോൾ പി സി തോമസ് എം പി ആണ്. പി സി തോമസുമായിട്ട് പരിചയമുണ്ട്. പി സി തോമസ് വരുമ്പോഴേക്കും ഇങ്ങനെ കുറേ നിവേദകരൊക്കെ കാണും. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഗുണം മാണി സാറിൻ്റെ സെക്രട്ടേറിയറ്റാണ്. ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് അദ്ദേഹം പറയും. അപ്പം ഞാൻ അഭിപ്രായം പറയാതിരിക്കുക. അന്ന് മറ്റേ സി എഫ് തോമസ് ആ ചെയർമാൻ മരിച്ചുപോയി. ഞാനൊന്നും മിണ്ടായിരിക്കാനല്ലേ ചെമ്പേരി എന്തൊന്നും പറയാത്തെന്ന് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയും. 1-2 തവണ ഇതായപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് വെച്ച് സി എഫ് സാർ ചോദിച്ചു, അതിനാ സാർ ഇവിടെ പറയാത്ത കുറേ സാറിന് ഈ ചെമ്പേരിയുടെ മതം ചോദിക്കുന്നു. അതിന് മാണി സാറ് പറഞ്ഞ ഉത്തരം സത്യത്തിൽ എനിക്ക് വല്ല ഏറ്റവും വലിയ ക്രെഡിറ്റാണ്. മാണി സാറ് ചെമ്പേരിയോടൊരു കാര്യം ചോദിച്ചാൽ ചെമ്പേരി അതിന് ഉത്തരം പറഞ്ഞാൽ അത് ബുദ്ധി ഉണ്ടായിരിക്കും, യുക്തി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബുദ്ധിയോടുകൂടി യുക്തിപരമായിട്ട് ചെമ്പേരി വർത്തമാനം പറയുന്നത്. അത് കെ എം മാണി എന്ന രാഷ്ട്രീയ കുലപതി എനിക്ക് തന്ന വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നു. അതിനുശേഷം ഈ പി സി തോമസുമായിട്ട് അകലുന്നു. പി സി തോമസ് കരിയ തോമസും വരുമ്പോൾ അകലുന്നു. അപ്പം അതിനിടയ്ക്ക് ഒരു സംഭവം അല്ല അത് പറയാം. അതിനിടയ്ക്ക് ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ അപ്പം പി ടി ജോസ് കോഴിക്കോട് ജില്ല തിരുവാമ്പാടി മത്സരിക്കുന്നു. തിരുവാമ്പാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം ഒരു നോട്ടീസ് അവിടെ ഇറങ്ങി. പി ടി ജോസിനെ കുറിച്ച് എന്തൊക്കെ പറയാം അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നോട്ടീസാണ്. അഴിമതിക്കാരനാണ്, മാടയെ കൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ അടിയിൽ എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്, ജോസ് ചെമ്പേരി. അപ്പം ജോസ് തോറ്റു. സാർ ജോസ് ഈ കത്തും പൊയ്ക്കൊണ്ട് മാണി സാറിൻ്റെ ചെയർമാൻ്റെ അടുത്ത് ചെന്നു. ഷിഫ് സാറിന് എൻ്റെ സാറേ ഞാൻ ജയിക്കുമായിരുന്നു, അവൻ്റെ ഒറ്റ കത്ത് കൊണ്ടാണ് ഈ ജോസ് ചെമ്പേരിയുടെ കത്ത്. എന്നിട്ട് ജോസ് ചെമ്പേരിയെ പുറത്താക്കുന്നത് വാർത്തയും കൊടുത്തു. അത് അങ്ങനെ ആ കത്തോടുകൂടി അയാൾ തോൽക്കുന്നു. നിങ്ങൾ പിന്നെ ആ പാർട്ടിയിൽ ഏത് പോസ്റ്റിലുള്ളത്? പുറത്താക്കുന്നു നിങ്ങളെ? അതെ, എന്നെ മറ്റേ പുറത്താക്കുന്ന വാർത്ത കൊടുത്തു. അപ്പം ആണിരോഗ വിദഗ്ധൻ കേരളത്തിൽ നിന്ന് പറയുന്ന ഒരു ചെറിയ വാർത്ത ജോസ് ചെമ്പേരിയെ പുറത്താക്കിയെന്ന് പറഞ്ഞു. ആണിരോഗ വിദഗ്ധൻ കേരളത്തിൽ നിന്ന് പറഞ്ഞ ചെറിയ പരസ്യം വരും പണ്ടേ, അതുപോലെ ഒരു ചെറിയ വാർത്ത ജോസ് ചെമ്പേരിയെ പുറത്ത്. പത്രക്കാർക്ക് എന്നോടുള്ള അടുപ്പ് കാരണം അവർ ചെറുതായിട്ടാണ് കൊടുത്തത്. കേരളത്തിൽ അങ്ങനെ ഒരു പരസ്യമുണ്ട്. അങ്ങനെ നിങ്ങളെ പുറത്താക്കി ചെറിയൊരു വാർത്ത വന്നു. അങ്ങനെ അത് കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് നടക്കുക. തിരുവനന്തപുരത്ത് മറ്റേ നമ്മുടെ ആ ഒരു നല്ല ബീച്ചുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് നടക്കുക. അപ്പം എന്നോട് പി സി തോമസ് പറഞ്ഞ് ചെമ്പേരി വരണ്ട, കാരണം ഇവൻ ഈ കത്ത് കാണിച്ച് ചെമ്പേരി അവിടെ നിന്ന് ഇറക്കി വിടും, അതിനേക്ക് വേണം ഇറങ്ങാൻ. ശരി ആയിക്കോട്ടെ, ഞാൻ പോയില്ല. അവിടെ വെച്ച് പി സി തോമസിനെ പുറത്താക്കുന്ന കരിയ തോമസിനെ. അങ്ങനെ നിങ്ങൾ പുതിയ അപ്പം 2 പേരും കൂടെ പി സി പറഞ്ഞു എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ്, കാണാതെ പോകരുത്. പുള്ളി വരുന്നു, കരിയാസവും കൂടെ വരും. കരിയാസോസ് കാരെ തന്നെ ഇരിക്കുന്നു. അപ്പം പി സി തോന്നുന്നു കരിയാസം എല്ലാം വല്ല ക്ഷീണിതനാണ്. പി സി തോന്നുന്നു പറയും എന്നാ ചെയ്യുന്നത്? ഞാൻ എന്നെ ഇയാൾ നമുക്കൊരു പാർട്ടി ഉണ്ടാക്കണം. ഒരു പാർട്ടി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു സാറ് ഇന്ത്യയിലെ അല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എം പി അല്ലേ, പി ടി ചാക്കോയുടെ മകനല്ലേ, ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുക ധൈര്യമായിട്ട്. ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, കടയിലോട്ട് പോയാലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് IFDP രൂപീകരിക്കുന്നത്. ഞാൻ IFDP രൂപീകരിച്ച പിന്നെ പപ്പു യാദവ് ഒക്കെ അതിനകത്ത് വന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രധാനമന്ത്രിയാവുന്നു, ഇയാൾ മന്ത്രിയാവുന്നു. ഞാൻ IFDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഔദ്യോഗിക വക്താവ് കൂടിയായി. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ പെട്ടെന്ന് തീർക്കാം. അടുത്ത ഇലക്ഷനിൽ പി സി തോമസ് മൂവാറ്റോടെ നിൽക്കുന്നു. അപ്പം എനിക്കായിരുന്നു ചാർജ്, പാലായുടെ കോതമംഗലത്തിലെ ചാർജ് എനിക്കായിരുന്നു. ഞാൻ അവിടെ നിന്നു. ജോസ് കെ മാണിയെതിരെ മത്സരിക്കുന്നു. മറ്റേ അഡ്വാനി അവിടെ വന്ന് പ്രസംഗിക്കുന്നു പി സി തോമസിന് വേണ്ടി. പി സി തോമസ് ഇന്ന് സഹമന്ത്രിയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് 500 വോട്ടിനാണ് ജയിച്ചത്. 500 വോട്ടിന് ജയിക്കുന്നു. ജോസ് കെ മാണി തോക്കുന്നു. അപ്പം കേന്ദ്രത്തിൽ ഭരണം പോയി. മൻമോഹൻ സിംഗ് വന്നു. ഉടനെ ഈ പുള്ളി ഈ കരിയാ തോമസും പുള്ളി 2 പേരും കൂടെ ഞാൻ ജോസഫിലോട്ട് കൂടാന്ന് പറഞ്ഞു. അത് കോട്ടയത്ത് നമ്മുടെ ഞാൻ പറയാം, ഞാൻ ആ പഞ്ഞ പരിപാടിക്കില്ല, ജോസഫിലോട്ടൊന്നും ഞാനില്ല. ഞാൻ പറയാം ഞാനില്ല. ബഹുഭൂരിപക്ഷം കൂടി പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ ജനറൽ സെക്രട്ടറി വ്യക്താവുമല്ലേ, പിന്നെ തീരുമാനത്തൊക്കെ ഞാനങ്ങ് ജോസഫിൽ ചെന്നു. അപ്പോൾ ഉടനെ ജോസഫിൽ ചെന്നു. ജോസഫിൽ പിന്നെ അധികം താമസിക്കാണ്ട് അവിടെയും കലകം ആരംഭിച്ചു. ജോസഫിന് ഇവർ 2 പേരെയും ചുരുക്കി പറയാം, അതിൻ്റെ ഇടയ്ക്ക് ചുരുക്കി പറയാൻ 2 പേരും കാണത്തില്ലെന്നായി. എറണാകുളത്തൊരു യോഗം ഉണ്ടെങ്കിൽ ഫ്രാൻസിസ് ജോർജിനെ പി ജോസഫ് വിടാൻ തുടങ്ങി.
അപ്പം ആ പട പൊളിഞ്ഞു. ഒരു ദിവസം പണ്ടത്തെ പോലെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എറണാകുളം, ഞാൻ പറഞ്ഞ എറണാകുളത്ത് പറഞ്ഞു, ഞാൻ എറണാകുളം പീഡ്പുള്ളി റെസ്റ്റ് ഹൗസിൽ അവിടെ വന്നു. അപ്പം രണ്ടുപേരും കൂടെ വന്നു, നമുക്കെന്നെ മാർഗം. ഞാൻ പറഞ്ഞു കർഷക സംഘടന എങ്ങനെ ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു PC തോമസിനും കറിയാ തോമസിനോടും പറഞ്ഞു. ധാരാളം സ്വതന്ത്ര കർഷക സംഘടനകളുണ്ട്. കണ്ണൂർ മണിപ്പാറയാറ്റിലുണ്ട്. പാലക്കാട് അല്ല മറ്റേ വയനാട്ടിൽ ചെയ്യുന്ന AC വർക്കുണ്ട്. ഇങ്ങനെ ഒത്തിരി കർഷക സംഘങ്ങൾ ഉണ്ട്. അവരെല്ലാം വിളിച്ചു, പാലക്കാട് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് കർഷക സംഘടന ഐക്യവേദി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് കൊള്ളാവില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പറയും PC തന്നെ വിളിച്ചാൽ മതി, ഞാൻ വിളിക്കണ്ട. PC എന്ന് വിളിക്കാം. എല്ലാവരും ഞാൻ നമ്പറെല്ലാം കൂടി വിളിച്ചു. അതിൻ്റെ ഒരു യോഗം ഇതേ റെസ്റ്റ് ഹൗസിൽ കൂടുക. മാണിപ്പരച്ചനൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോയി റെസ്റ്റ്, അവിടുത്തെ കോൺഫറൻസ് ഹാളിൽ എല്ലാവരും ഒപ്പിട്ടു, പേരും സംഘടന എല്ലാവരും ഒപ്പിട്ടു. PC തോമസ് വരുന്നില്ല. മണിപ്പരച്ചൻ ജോസേ വേഗം വിളി, എല്ലാവരും വന്നില്ലേ. ഞാൻ ഇയാളെ വിളിക്കുമ്പോൾ ഞാൻ താഴെ ഉണ്ടെന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പം താഴെ വരുന്നത് എല്ലാവരും ഒപ്പിട്ട് ചെയ്യും. അതൊന്ന് ജോസ് വാ. ഞാൻ ഇപ്പോൾ അവിടെ ഇല്ല. എവിടെയാണ് ഉള്ളത്? തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസിലുണ്ട്. അവിടെ ചെന്നു. എന്നാ നമ്മളിങ്ങനെ ഐക്യവേദി ഉണ്ടാക്കിയ ചെയർമാൻ നമ്മളെ പുറത്താക്കിയല്ലേ. ഞാൻ സാർ റിപ്പോർട്ടറാണ്, ഇങ്ങനെ തന്നെ പറഞ്ഞു. കൃഷിക്കാർക്ക് കൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയതിൻ്റെ പേര് സാറിനെ POS പുറത്താക്കി നമ്മൾ രക്ഷപ്പെട്ടില്ലേ. തലേ കയറി. അങ്ങനെ വന്നു. PC തോമസ് ചെയർമാൻ, മാണിപ്പരച്ചൻ വൈസ് ചെയർമാൻ, ഞാൻ അതിൻ്റെ ഏക ജനറൽ സെക്രട്ടറി. അങ്ങനെ കർഷക സംഘടന ഐക്യവേദി രൂപീകരിക്കുന്നു. ഐക്യവേദി രൂപീകരിച്ച് പിന്നെ പെട്ടെന്ന് തീർക്കുകയാണ്. PJ ജോസഫിന് വേറൊരു വിഷയം ഉണ്ടായി. വിഷയം ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ആ പുള്ളി രാജിവെച്ചു. രാജിവെച്ചപ്പം പിണറായിയെ കണ്ട് ഈ കറിയാ തോമസും PC തോമസും എല്ലാം നിന്നു. ആ മുന്നണിയിലായി. PJ ജോസഫ് അവർക്ക് എന്തോ കൊടുത്തു, അതുകൊണ്ട് രാജിവെച്ചാണ് അവർ പോയത്. ഒത്തിരി പോസ്റ്റ് ഉണ്ടല്ലോ. പെട്ടെന്ന് കർഷക സംഘടനയുടെ യോഗം ചേർന്നു. അപ്പം ജോസ് ചെമ്പേരിക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കൃഷിക്കാരെ സഹായിക്കുന്നല്ലോ, മറ്റേ നമ്മുടെ ഈ കടാശ്വാസ കമ്മീഷനിലൊരു അംഗത്വം മതി. അതിനാന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. പക്ഷേ ഇയാളൊരു നന്ദി കെട്ടവനാണ് ഈ PC തോമസ്. ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കടാശ്വാസ കമ്മീഷൻ കൊടുത്ത് പേരെഴുതി ഒപ്പിടാൻ അറിയാൻ മേലാത്ത ഒരാൾക്കാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് കിട്ടിയില്ല. ഉടനെ കർഷക സംഘടന ഐക്യവേദി യോഗം വിളിച്ചു. PC തോമസിന് ഒരു വേദി ഉണ്ടാക്കിക്കൊടുത്ത്, ഒട്ടേറെ സമരങ്ങളായിട്ട് നടത്തി, അതൊന്നും പറയുന്നില്ല. വേദി ഉണ്ടാക്കിക്കൊടുത്ത് ഈ ഐക്യവേദിയെ PC തോമസ് വഞ്ചിച്ചു. നമുക്ക് ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ PC തോമസിനെ പുറത്താക്കി. അല്ല, മാണിപ്പാറയച്ചൻ ചെയർമാനായി, ഞാൻ ജനറൽ സെക്രട്ടറി തുടർന്നു. അനുസരിച്ചോട്ട് മറ്റേ അതാണോ പാർട്ടിയായി മാറിയത്? അല്ല, അത് പറയാം. എന്നിട്ട് പെട്ടെന്ന് പിന്നെ നമ്മളെ മറ്റേ വന്യമൃഗ ശല്യം എടുത്തുകൊണ്ട് ജാഥ നടത്തി. ജാഥ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മറ്റേ ഉടനെ ജാഥ കേരളത്തെ അവസാനിപ്പിച്ചു. ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പത്രത്തിൽ പറഞ്ഞു. ആ മാണിപ്പരച്ചൻ പോയിട്ട്, ബുദ്ധിമാനായ മാണിപ്പരച്ചൻ പോയി ഒരു കുടയിൽ നിന്ന് ഒരു ചെറിയ പന്നിയെ കൊണ്ടുവന്നു. കാട്ടുപന്നി പന്നിയെ കൊണ്ടുവന്നു. എയർ കണ്ടുകൊണ്ട് രണ്ട് വെടിവെച്ചു. ഒരു പടി ഞാനും വെച്ചു. പത്രക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാം. ഇത് നാടൻ പന്നിയാന്ന് പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോയി. ഇത് കഴിഞ്ഞ് മാണിപ്പരച്ചൻ പറഞ്ഞു, ജോസേ നമുക്കൊരു പാർട്ടി രൂപീകരിക്കണം. ഞാൻ പറഞ്ഞ ചിച്ചോടെ കഴിയട്ടെ. വിദ്യാഭ്യാസ വായ്പയുടെ വിഷയം ശക്തമായിട്ട് വരുന്നു, നമുക്കത് എടുക്കാം. 2,36,000 വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുണ്ട്. ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നു. അപ്പം ഇവർക്കൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് 2009 വരെയുള്ള പലിശ എഴുത്തള്ളി. 9 വരെ, 9 ശേഷം അത് കിടക്കുക. ആ വിഷയം എടുത്ത് ഞാനിങ്ങനെ കർഷക സംഘടന ഐക്യവേദിയായിട്ട് നടന്നു. മാണിപ്പരച്ചൻ ക്ഷീണിതനായി. ഉടനെ അച്ഛൻ എന്നെ ചെയർമാനാക്കി. ഇങ്ങനെ 14 ജില്ലയിലും സംഘടനയ്ക്ക് എന്ത് സംഭവിച്ചു? ആ 14 ജില്ലയിലും ഇങ്ങനെ കമ്മിറ്റി എല്ലാം ഉണ്ടാക്കി. കളക്ടറേറ്റ് ധർണ നടത്തി. അവസാനം മറ്റേ ഇവിടെ ഒരു പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ ഉപവാസം നടത്തി. BS വന്ന് ഉദ്ഘാടനം ചെയ്തു. K മുരളീധരൻ ഉൾപ്പെടെയുള്ള C ദിവാകരൻ ഉൾപ്പെടെ സകല നേതാക്കന്മാരും പങ്കെടുത്തു. അതോടെ ക്ലിക്കായി. ഉടനെ മാണി സാറ് പറഞ്ഞു, ധനകാര്യമന്ത്രിയാണ്, വിദ്യാഭ്യാസമായി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് പുള്ളി പറഞ്ഞു അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അത് ഈ പിന്നോക്കക്കാരുടെ മാത്രം എടുക്കുള്ളൂ. പിന്നോക്കക്കാരേക്കാൾ കൂടുതൽ മുന്നോക്കക്കാരല്ലേ എടുത്തിട്ടുള്ളത്. ഇത് ശരിയല്ലല്ലോ. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുക. ഡൽഹിയിൽ പോയി ആൻ്റണിയെ കാണുന്നു. അപ്പോൾ ആൻ്റണിയെ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ വലിയ വിഷയമാണ്, അപ്പോൾ എനിക്ക് നേരമില്ല, PJ കുഞ്ഞിനെ കാണാൻ പറയുന്നു. PJ കുഞ്ഞായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അങ്ങനെ അതെല്ലാം പോയി. അങ്ങനെയെല്ലാം പോയി. ഈ സംഘടനയ്ക്ക് എന്ത് സംഭവിച്ചു പറയാം. എന്നിട്ട് ഇവരെ പെട്ടെന്ന് തീരുക. എന്നിട്ട് അപ്പം നിവേദനം കൊടുത്തിരുന്നത് എന്നോട് PC ചാക്കോയാണ്, ചിദംബരത്തിൻ്റെ സോണിയാഗാന്ധിൻ്റെ ഒക്കെ ചിദംബരത്തിൻ്റെ പേര്.
അപ്പം ചിദംബരം 2600 കോടി രൂപ ഈ 2009 ശേഷമുള്ളവരുടെ വിദ്യാഭ്യാസ വായ്പയുടെ പരിശോധിച്ചാൽ നമ്മുടെ കാനറ ബാങ്കിൻ്റെ റെക്കോർഡ് ഏൽപ്പിച്ചു. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം മോഡി ഇവിടെ വരുന്നുണ്ട്. കാട് ഇളക്കിയുള്ള പ്രചരണമാണ് തിരുവനന്തപുരത്ത്. ഞാൻ അപ്പോൾ എനിക്ക് പഴയ വരികയുണ്ടല്ലോ, ഞാനിങ്ങനെ പറഞ്ഞെനിക്ക് മോഡിയെ ഇന്ന് കാണാം. ഉടനെ മുരളീധരനും കൃഷ്ണദാസും പോരാൻ പറഞ്ഞു. മോഡി സംഘമൊക്കെ ഒരു വലിയ യോഗം കഴിഞ്ഞ് തൊട്ടടുത്ത മുറി ഞങ്ങളിരിക്കുന്നു. മോഡി വന്നു, ഉടനെ എന്നെ വിളിച്ചു, മുരളീധരനെ വിളിച്ചു. കൃഷ്ണദാസ് അപ്പോൾ എത്തിയില്ല. ഞാൻ കയറി ഇങ്ങനെ ഈ ഒരു മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടാന്ന് ഉള്ള എരിപ്പൂച്ചകളൊക്കെ അവിടെ കൂടെ ഉള്ളത്. മറ്റേ ഗുജറാത്തിൽ നിന്ന് പച്ചക്കോവയ്ക്ക് കടിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിവേദനം കൊടുത്തു. മുരളീധരനെ പറഞ്ഞു, ഇത് ഒരു നല്ല ക്രിസ്ത്യൻ ലീഡറാണ്, ആളെ എടുക്കന. പിന്നെ മോഡി നിവേദനം മേടിച്ചു, മോദിക്ക് നിവേദനം കൊടുത്തു. പക്ഷേ അതിന് ശേഷമാണ് ബഡ്ജറ്റ് വരുന്നത്, ചിദംബരം ഇതാക്കുന്നത്. ഉടനെ ഞങ്ങളുടെ യോഗം കൂടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇനി നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേരള വികാസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കൊച്ചിയിലെ അവിടെ YMCA ബിൽഡിംഗ്. എത്ര കാലം നിന്നു ആ പാർട്ടി? ആ പാർട്ടി 2 കൊല്ലം. അത് കഴിഞ്ഞ് ആ പാർട്ടി ഉണ്ടായി. ഉടനെ തന്നെ ഈ മറ്റേ കേന്ദ്രത്തിലേക്ക് ഇവർ നമ്മളെ വിളിക്കുന്നു. ഞാൻ NDAയുടെ ഘടകകക്ഷിയാകുന്നു. NDAയുടെ ഘടകകക്ഷി ഞാനാകുമ്പോൾ വേറെ ആളേ ഉള്ളൂ. താമരാക്ഷൻ്റെ RS മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഘടകകക്ഷി ഞാനാണ്. പിന്നെ PC തോമസും പിന്നെ നമ്മുടെ വയനാട്ടിലെ അവരെല്ലാം വന്നു. ഞാനും എല്ലാവരും വന്നു. അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് അസംബ്ലി ഇലക്ഷൻ വരികയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കോർ കമ്മിറ്റി ഇടയ്ക്കിടെ കൂടും. അപ്പോൾ കൊച്ചിയിലെ ഭാരത് ടൂറിസത്തിലാണ് ഇതിൻ്റെ ചർച്ച നടക്കുന്നത്. അപ്പോൾ കേരള വികാസ് കോൺഗ്രസ് ഒരു 4-5 സീറ്റ് മതി. ഞാൻ പറഞ്ഞ 5 സീറ്റൊന്നും വേണ്ട, നിങ്ങൾ പ്രവർത്തിച്ചാൽ പോരെ. അത് പറ്റിയല്ല. ഒരു സീറ്റ് ശരി അങ്ങനെ ഇരിക്കൂർ മത്സരിക്കാം. പക്ഷേ ഒരു കാര്യം, നമ്മളാരും ജയിക്കാൻ പോകുന്നില്ല. കട്ടിച്ച് രാജഗോപാൽ ജയിച്ചെങ്കിലേ ആകുള്ളൂ. പക്ഷെ ഇത് നല്ല ചിലവുണ്ട്. 2 മുന്നണിയോട് നമ്മൾ ഇടപെടുന്നത്. നോമിനേഷൻ കൊടുത്താൽ പിറ്റേന്ന് ബോർഡ് വാർഡിലെ ഇറങ്ങണം. അതിനൊക്കെ നമുക്ക് ഫണ്ടൊക്കെ ഇഷ്ടം പോലെ വരും. BJP പറഞ്ഞു. അപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ ലേറ്റായി. ഞാൻ പറഞ്ഞു നോമിനേഷൻ കൊടുക്കാൻ പോവാ, അടുത്ത ദിവസം കൊടുക്കും. എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടേ, കുറച്ച് പൈസ തരണമല്ലോ. ആദ്യമേ തക്കാലം ചെമ്പീരങ്ങ് എടുക്കുക, പിന്നെ ഫണ്ട് വരും തരാം. അതെനിക്ക് എൻ്റെ തലയിൽ നമുക്കൊരു പണിയാണോന്ന് തോന്നി. അതിനുമ്പോൾ ഞങ്ങൾ ഈ മുന്നണി നിന്ന് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോഴും BJPക്കാർ വോട്ട് ചെയ്തില്ല. അതൊക്കെ നമ്മുടെ തലയിൽ കിടക്കുക. അപ്പം ഞാൻ ഉടനെ കണ്ണൂർ പത്രസമ്മേളനം നടത്തി. ഇരിക്കൂർ സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നതല്ല, പകരം 138 നിയോജകങ്ങളിൽ മുന്നണിക്ക് വേണ്ടി പ്രചാരണം നടത്തും. പക്ഷേ പത്രക്കാർ ഈ രണ്ടേതാ, ഞാൻ ഒന്ന് വട്ടിയൂർക്കാവുക, അവിടെയല്ലേ കുമ്മനം നിൽക്കുന്നത്. അവിടെ മുരളീധരൻ സ്ഥാനാർത്ഥിയാണ്. ലീഡറുടെ കാലം വരെ എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പുണ്ട്. ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തേത് പിണറായി, ഇവിടെ ധർമ്മടം, അവിടെയല്ലേ നിങ്ങളുടെ മുഖ്യ ശത്രു പിണറായി നിൽക്കുന്നത്. അതിന് അടിയന്തരാവസ്ഥ കാലം വരെ എനിക്ക് അദ്ദേഹമായിട്ട് ബന്ധമാണ്, അവിടെയും പോകുകയില്ല. ഇതങ്ങോട്ട് വലിയ വാർത്തയായി. ഉടനെ കുമ്മനം തൊട്ട് വിളി വന്നു, നാണക്കേടായി. അത് തിരുത്തണം. ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരുത്താമെന്ന് പറഞ്ഞു. ഇന്നെങ്ങനെ ഇത് 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞു. ഇത് കോടിയേരി അറിയുന്നു. കോടിയേരി ഞാനുമായിട്ട് ബന്ധപ്പെടുന്നു. ഞാൻ പറഞ്ഞു എന്നാ പറ്റും, ഞാൻ അവരുടെ അത് വിടാൻ പോവുക. വിചാരിച്ചു എന്നാൽ ഇങ്ങോട്ട് പോരെ, സഹകരിക്കുന്നവരുടെ കൂടെ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. എന്നെ ഒരാട്ടെ ശരി, എനിക്ക് നേരി കാണണമെന്ന് പറഞ്ഞു. കാണാം. തലശ്ശേരി പുള്ളി വന്നു. നമ്മളെല്ലാം ആളിത്യം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട കേട്ടോ. അദ്ദേഹം വീട്ടിലൊന്നും പോവുകയില്ല. അവിടുത്തെ തന്നെ കുളിയും ചെവും ഭക്ഷണം എല്ലാം കഴിച്ച് എന്നെ വിളിച്ചു. ദിവസം ചായ കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഞാൻ കുടിച്ച് വന്ന് എന്നെ വിളിച്ചു. എന്നാ ചെമ്പേരി കാണുമെന്ന് പറഞ്ഞു. കാര്യമൊക്കെ ശരി, ഞാൻ വഴിയാധാരമാകരുത്. ചെമ്പേരിക്ക് അങ്ങനെ സംഭവിക്കുകയില്ല. അപ്പം ഞാൻ പിണറായിയെ കാണും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പിണറായിയെ വിളിക്കുന്നു. സെക്കൻഡ് ഫോൺ എടുത്തു. എനിക്കൊന്ന് കാണണമല്ലോ, ഞാനൊരു ജാഥയിലാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ണൂർ വരുള്ളൂ, എനിക്കതിന് മുമ്പ് കാണണം. എന്നാൽ നാളെ തൃശ്ശൂർ രാമലത്തിൽ വരാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പം ചെന്നപ്പം പുള്ളി കുളിക്കാൻ കയറുന്ന കണ്ണേം പറഞ്ഞു. കുളിയെല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു ബനിയനൊക്കെ ഇട്ടിരിക്കുക. എന്നെ വിളിച്ചു. എന്താ വന്നത്? സാറേ ഞാനത് വിട്ടു, ഞാനിങ്ങനെ അതെന്നോട് കോടിയേരി പറഞ്ഞില്ല, അത് പറയാൻ വേണ്ടി ഇവിടെ വരെ വരേണ്ട കാര്യം. ഞാൻ പറഞ്ഞു അതല്ലല്ലോ, സാറുകൂടി അറിഞ്ഞ് മുന്നണി വരണമെന്നാണ് എൻ്റെ താല്പര്യം. എന്നെ പുള്ളി സ്വസ്ഥമായിട്ട് അതൊരു ശരി എന്ന് പറഞ്ഞു. പിണറായി ശരി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. ഞാൻ പോന്നു, ഇവിടെ നിന്നു. സഹകരിക്കുന്നതോട് നിന്നപ്പോഴാണ് ബാലകൃഷ്ണ സാറ് സഹകരിക്കുന്നതോടെ ഉണ്ട്.
ബാലകൃഷ്ണൻ സാർ പറഞ്ഞു എന്തിനാ ജോസ് എങ്ങനെ ജോസ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, വീണ്ടും അങ്ങോട്ട് പോയി. അങ്ങ് ആയിക്കോട്ടെ. പിന്നെ ഈ ബാലകൃഷ്ണപിള്ള ഉള്ളപ്പോൾ അതിനകത്ത് തന്നെ വീണ്ടും തുടർന്നു. അതിനുശേഷം പിന്നെ ഈ ഗണേശായിട്ട് എപ്പോഴാണ് തെറ്റുന്നത്? ഗണേശനുമായിട്ട് എനിക്ക് തെറ്റലില്ല. പക്ഷേ ബാലകൃഷ്ണൻ സാറ് പോയി ആ പാർട്ടിയുടെ ശോഭ പോയി. ഗണേഷ് കുമാറിന് പാർട്ടിയോടോ പാർട്ടിക്കാരോട് യാതൊരു താല്പര്യവും. എന്താ പുള്ളിയുടെ താല്പര്യം? പുള്ളിയുടെ താല്പര്യം പുള്ളിക്ക് ഇങ്ങനെ ഷോ കാണിച്ച്, പക്ഷേ വകുപ്പ് കിട്ടിയാൽ ഭരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു സിനിമ സ്റ്റേറ്റിൽ പോകാന്നുള്ളൂ. ഇപ്പം ഞാൻ രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് പാർട്ടി പ്രവർത്തനം വേണം. അങ്ങനെ തിരിച്ച് വീണ്ടും നിങ്ങൾ കേരള അല്ല, ഞാൻ ജോസ് കെ മാണിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. 100% സ്വാഗതം. ജോസ് കെ മാണി പറഞ്ഞൊരു വാക്കുകൂടെ പറയാം. കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാൾ ഈ പാർട്ടിക്ക് വേണം ഇങ്ങോട്ട് വരാൻ. ഇപ്പം ഞാൻ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി കരുതും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി കുടുംബജീവിതത്തിലേക്ക്, കുടുംബത്തിൽ പങ്കാളിയായിട്ട് ബാലകൃഷ്ണപിള്ളയുടെ കൂടെ കാറിൽ കെട്ടാൻ പോയത് ആരെയാണ് ശരിക്കും ജീവിത പങ്കാളിയായിട്ട് കണ്ടത്? ചീക്കോയിലെ വീടുള്ള കടപ്പളാക്കലെ റോസമ്മ. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അവര് ഇവിടെ ഹെൽത്തിൽ ഇവിടെ മറ്റേ ഫാർമസിസ്റ്റ് ആയിരുന്നു. അങ്ങനെ കണ്ടുള്ള പരിചയത്തില് പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ കണ്ട് പരിചയം. പ്രണയമായി മാറിയായിരുന്നു. അങ്ങനെ ചെറിയൊരു പ്രണയം. എത്ര മക്കളുണ്ട്? 3 മക്കള്. മക്കളുടെ പേരെന്താണ്? മൂത്ത മകൾ ഡോക്ടർ ധന്യ. എന്ത് ചെയ്യുന്നു? അവളെ ഇപ്പൊ ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രിയില്. അതെ. എന്താ പേര് ഭർത്താവിന്റെ? ഭർത്താവിന്റെ പേര് ക്ലിൻ പി ജോർജ്. എന്ത് ചെയ്യുന്നു? വയനാട്ടിൽ അദ്ദേഹം ഗോവ ഐറ്റിയിലെ പ്രൊഫസറാണ്. രണ്ടാമത്തെ ആള്? അവർക്ക് 2 മക്കളുണ്ട്, വേറെ കുട്ടികളുണ്ട്. എന്റെ രണ്ടാമൻ നവീൻ ജോസ്. എന്ത് ചെയ്യുന്നു? അവർ അറിയപ്പെടുന്ന ആർക്കിടെക്ട് ആണ്. ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലാണ് പഠിച്ചത്. അവന് ജബൽപൂരിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വർക്കുണ്ട്. അവൻ ആ വർക്കുമായിട്ട് മുന്നോട്ട്. ജീവിത പങ്കാളി? നവീന്റെ ജീവിത പങ്കാളി കല്യാണം കഴിച്ചിട്ടില്ല. അടുത്തയാള് നവീനെ കഴിഞ്ഞ് 15 ദിവസം താഴെയുള്ള ഒരു മോളാണ്. അവളുടെ പേര് ഞങ്ങൾ ഉണ്ണിന്ന് വിളിക്കും. ജീവിതം നിന്നാണ് അവളുടെ ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ് എക്കണോമിക്സ് കഴിഞ്ഞ് പിന്നെ JNU PGയും കഴിഞ്ഞ് അവളിപ്പോഴ് ഒരു വലിയ ഒരു പ്രോജക്റ്റുമായിട്ട് അതിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഡൽഹി. അപ്പോൾ വളരെ രസകരമായിട്ട് ഈ സമയമൊന്നും പോരാ ശരിക്ക് ജോസ് ചെമ്പീരയുടെ കേരള കോൺഗ്രസ് ചരിത്ര പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കും. പക്ഷെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ. ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായി, കേരള കോൺഗ്രസിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം ഓരോ വളരെ ഒരു എന്താ പറയേണ്ട ഒരു ചെറിയ അരുവി ഒഴുകുന്നത് പോലെ ശാന്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ് ജോസ് ചെമ്പേരി ചെയ്തത്. ചെമ്പേരി അതോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു. വളരെ രസകരമായി രാഷ്ട്രീയ നിലപാടുകൾ NDAയിലും LDFിലും UDFിലും കേരള കോൺഗ്രസിലെ പിളർപ്പുകൾ ഓരോന്നും അദ്ദേഹം പറഞ്ഞു വന്നു. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ ജോസ് ചെമ്പേരിയെ അറിയാൻ, ഒപ്പം കേരള കോൺഗ്രസിനെ അറിയാൻ. പ്രേക്ഷകരെ, നിങ്ങൾ കാണുക, കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അറിയുക, ജോസ് ചെമ്പേരി എന്ന പൊതുപ്രവർത്തകനെ അറിയുക. ഇത് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി, നമസ്കാരം. പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.